ഞാൻ ആക്ച്വലി റിപ്പീറ്റർ ആണ്. അപ്പോൾ റിപ്പീറ്റിന് എനിക്ക് 10 മാർക്കിനാണ് MBBS പോയത്. MBBS പോയപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണല്ലോ പോയത്. അപ്പോൾ ഞാൻ BDS എടുക്കാം, ഇനി എന്തായാലും എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയപ്പം പിന്നെ എനിക്ക് ഒരു കൺഫ്യൂഷൻ, ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ പാരൻസ് ആണെങ്കിലും പറഞ്ഞു ബ്രില്യൻറ്റ് നല്ല റിസൾട്ടാണ്. ബ്രില്യൻറ്റിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലെയല്ല, കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലരും പല നെഗറ്റീവ്സും വന്നിട്ടുണ്ട്. ഏജ് കൂടുന്നു, ഇനിയും റിപ്പീറ്റ് ചെയ്യണോ, അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ നമ്മളങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്യും. ബ്രില്യൻറ്റിൻ്റെ എക്സാംസ് ഒക്കെ ആക്ച്വലി എനിക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ ഒരുപാട് മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ വലിയ മാർക്കൊന്നും എപ്പോഴൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഓരോ തെറ്റ് ക്വസ്റ്റ്യൻസും എനിക്ക് ഓരോ കൺസെപ്റ്റാണ് തന്നിരുന്നത്. ആക്ച്വലി ഞാൻ ബ്രില്യൻറ്റിൻ്റെ എല്ലാ ഫെസിലിറ്റീസും അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ലൈബ്രറി, ബുക്ക്, പിന്നെ അതുപോലെ ലേണിംഗ് സിസ്റ്റം, അങ്ങനെ. പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ നമുക്ക് ഏത് ഡൗട്ട് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ക്ലിയർ ചെയ്ത് തരും. ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമിന് തെറ്റിയ ക്വസ്റ്റ്യൻസ് മാത്രം എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് ഒരുപാട് മീൻസ് സില്ലി മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഞാനത് എഴുതുമായിരുന്നു. കാരണം എന്നാൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പം നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. എക്സാം ഹോൾ കയറി, എക്സാം ഹോൾ ഫസ്റ്റ് എൻ്റെ പേപ്പറിൽ ഫസ്റ്റ് ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി, പിന്നെ ബയോളജിയാണ്. ഫിസിക്സ് ഫസ്റ്റ് പേജ് മറിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു ഹാഫ് പേജ് ക്വസ്റ്റ്യന്, അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഫിസിക്സ് പോയിന്ന്. ഓരോ പേപ്പർ മറിക്കുമ്പോഴും എനിക്കിങ്ങനെ മനസ്സിലാവുന്നുണ്ട് ബ്രില്യൻറ്റിൽ ഞാൻ പെർഫോം ചെയ്ത അത്രയൊന്നും എനിക്കിതിൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ എന്റെ മൈൻഡിൽ വന്നു, അയ്യോ റിപ്പീറ്റ് 10 മാർക്ക് വീണ്ടും റിപ്പീറ്റ്, ഇനി എന്താവും. അപ്പൊ പിന്നെ പറയും. അപ്പൊ പിന്നെ ഞാൻ ഉറപ്പിച്ച് എന്തായാലും BDS എന്തായാലും അതന്നെയായിരിക്കും എനിക്ക് നടക്കുന്നുണ്ടാവുള്ളൂ. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടെ എത്തിപ്പെട്ടല്ലോ, മീൻസ് ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റിയല്ലോ, വൈക്കോട്ട് ഇടാൻ പറ്റിയല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ ഞാൻ അത്രയും പഠിച്ചത് ഒരിക്കലും വേസ്റ്റ് ആയില്ല, എനിക്ക് തന്നെ അതൊക്കെ അനുഭവിക്കാൻ പറ്റി എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നി. ഹായ് ഓൾ, നമ്മൾ ഇന്നുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനിക്കൊപ്പമാണ് നമ്മൾ ഇന്നുള്ളത്, ഹിസാന. 2025 നീറ്റ് എക്സാമിന് നിങ്ങളെപ്പോലെയൊക്കെ തന്നെ കുറച്ച് ടെൻഷനൊക്കെ അടിച്ച് എക്സാമൊക്കെ എഴുതി അതായപ്പോൾ MBBS സീറ്റ് കരസ്ഥമാക്കിയിരിക്കുന്ന ഒരു മിടുക്കി വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. ആദ്യം നമുക്ക് ഹിസാനെ ഒന്ന് പരിചയപ്പെടാം. ഹിസാനയുടെ നാട്, വീട്ടിലാരൊക്കെ ഉണ്ട്, എല്ലാം ഒന്ന് പറയാമോ? ഹായ് ഓൾ, ഞാൻ ഹിസാന, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിയാണ്. ഞാൻ ബ്രില്യൻറ്റിൽ കോഴിക്കോട് J14 ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ ലക്ഷ്മി മിസ് ആയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കോഴിക്കോട് ബ്രില്യൻറ്റിലെ സെന്ററിലാണ് മോള് പഠിച്ചത് അല്ലേ? മോള് ശരിക്കും മലപ്പുറത്ത് നിന്നാണ് കോഴിക്കോട് എത്തി പഠിച്ചത്. തീർച്ചയായിട്ടും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്യാമ്പസ് അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും ഒക്കെ? കോട്ടയം അടിപൊളിയാണ്. സ്ലാങ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കോഴിക്കോട് മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഒരുപാട് സ്ലാങ് ഡിഫറൻസ് ഉണ്ട്. എന്നാലും കോട്ടയം അടിപൊളിയാണ്. മെഡിക്കൽ കോളേജ് ആണെങ്കിലും ക്യാമ്പസ് ആണെങ്കിലും അക്കാഡമിക്സ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ആക്ച്വലി ഞാനിവിടെ വന്നപ്പോൾ വേറെ കോളേജ് ചൂസ് ചെയ്ത് പോകാൻ വേണ്ടി നിന്നതാണ്. പക്ഷെ ഇവിടെ അഡ്മിഷൻ എടുത്ത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ അങ്ങ് സെറ്റായി. പിന്നെ ഇവിടെ തന്നെ 5 വർഷം പഠിക്കാന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് ഹയർ ഓപ്ഷൻ കൊടുക്കാണ്ട് ഇവിടെ തന്നെ നിന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി, ഇതായിപ്പോ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം ഒന്ന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം അച്ചീവ് ചെയ്തിരിക്കണം അല്ലേ? അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഡോക്ടർ ആവാൻ ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ ഡോക്ടർ ഹിസാന എന്നുള്ള പേരാണ് വരാൻ പോവുക അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ജേർണിയാണ്. ഈ ഒരു സമയത്ത് വെരി ബിഗിനിങ് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ കൂടി ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു നീറ്റ് ആസ്പിരന്റ് അറിയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. കാരണം ഒരു മെഡിക്കൽ കോളേജിൽ ചെന്നതിന് ശേഷമുള്ള ലൈഫ് എന്താണ്, ഇപ്പൊ അവർ പഠിക്കുന്ന പോലെ ഒന്നുമല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും അല്ലേ? അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ആക്ച്വലി നീറ്റിന് പഠിക്കുക എന്ന് പറയുമ്പം നമ്മളൊരു കോമ്പറ്റീറ്റീവ് മൈൻഡിലാണ് പഠിക്കുന്നത്. പക്ഷെ MBBSന് വരുമ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് അല്ല. നമ്മൾ ലാസ്റ്റ് ആ എക്സാം സമയത്തെ ബുക്ക് മറിക്കും പഠിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതൊരു മേജർ ഡിഫറൻസ് ആണ്. നീറ്റിന് നമ്മൾ കുറേ ടൈം ഇരുന്ന് പഠിക്കും, കുറേ സ്ട്രെസ് ഇരുന്ന് പഠിക്കും. പക്ഷെ MBBSന് അങ്ങനെയല്ല, നമുക്ക് റിലാക്സ് മോഡാണ്, ടെൻഷൻ ഉണ്ടാവില്ല. നീറ്റിനാകുമ്പോൾ നമുക്ക് റാങ്ക് കിട്ടുമോ, കയറുമോ, എക്സാം ടൈമിൽ എന്തെങ്കിലും പറ്റുമോ, അങ്ങനത്തെ കുറേ ടെൻഷൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ക്ലിനിക്കൽ കേസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നീറ്റിന് പഠിക്കുന്ന അത്രയും ടെൻഷൻ നമുക്ക് MBBSന് വരുമ്പോൾ ഉണ്ടാവില്ല. അതൊരു മേജർ ഡിഫറൻസ് ആണ്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന കാരണം നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും MBBS ആകുമ്പോൾ.
ഇപ്പൊ ഈ ഒരു MBBS എന്ന് പറയുന്ന ഒരു സീറ്റൊക്കെ ലഭിച്ചപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. നിങ്ങൾ ഇപ്പൊ തന്നെ കുറച്ച് ഇവന്റ്സിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വൈറ്റ് കോട്ട് സെറമണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട് മോളെന്ന് പറയാം? വൈറ്റ് കോട്ട് സെറിമണി ഉണ്ടായിരുന്നു, പിന്നെ കടാവർ സെറിമണി. അപ്പൊ ഇതൊക്കെ എങ്ങനെയായിരുന്നു, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മോളുടെ? ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ആക്ച്വലി റിപ്പീറ്റർ ആണ്. അപ്പൊ റിപ്പീറ്റിന് എനിക്ക് 10 മാർക്കിനാണ് MBBS പോയത്. ഓക്കെ, അതായത് 2024 നീറ്റില് 10 മാർക്കിനാണ് MBBS സീറ്റ് നഷ്ടപ്പെട്ട ആളാണ്. 2025 ആയപ്പോ മോള് ആ സ്റ്റോറി നമുക്ക് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. അന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എന്നെ +1 +2 പഠിപ്പിച്ച ഒരു സാറുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാറാണ്. അപ്പൊ സാറിനെ വിളിച്ച് സാറ് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ റിപ്പീറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ വന്നത്. ആക്ച്വലി എനിക്ക് 10 മാർക്ക് മിസ്സായിട്ട് MBBS പോയപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണല്ലോ പോയത്. അപ്പോൾ ഞാൻ BDS എടുക്കാം, ഇനി എന്തായാലും എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സാറ് കോൺഫിഡൻസ് തന്ന് എന്തായാലും കിട്ടും, ഈ ടോപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പാരൻസിലുപരി എന്നെ ആ സാറ് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച സാറാണ്. അങ്ങനെ സാറ് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ബ്രില്യൻറ്റിൽ വന്നത്. അപ്പൊ മോള് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രില്യൻറ്റിലേക്ക് വരുന്നത്. അതിന് മുമ്പ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ മോളെ ഒരു കാര്യം, അപ്പോൾ ബ്രില്യൻറ്റിലേക്ക് വന്നു, മോളുടെ സ്വപ്നം അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അതായത് BDS എടുത്ത് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന, അല്ലെ ഡ്രോപ്പ് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് ബ്രില്യൻറ്റിൽ എത്തിയതിനു ശേഷം മോളിപ്പോൾ വൈറ്റ് കോട്ടൊക്കെ ഇട്ട് MBBS സീറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടായിരുന്നു ബ്രില്യൻറ്റിലേക്കുള്ള ജേർണി? ഒന്നാമത് റിസൾട്ട് തന്നെയായിരുന്നു. ഞാൻ റിപ്പീറ്റ് കഴിഞ്ഞ് റിപ്പീറ്റ് സാറൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയപ്പം പിന്നെ എനിക്ക് ഒരു കൺഫ്യൂഷൻ, ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കണം എന്നായിരുന്നു. അപ്പൊ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ പാരൻസ് ആണെങ്കിലും പറഞ്ഞു ബ്രില്യൻറ്റ് നല്ല റിസൾട്ടാണ്. പിന്നെ ബ്രില്യൻറ്റിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലെയല്ല, കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് കാണുന്നത് കുറച്ച് സ്ട്രെസ് ഫ്രീ ആണ്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് നിങ്ങളുടെ ഒരു പിയർ ഗ്രൂപ്പിനോട് പഠിക്കുന്നു എന്നുള്ളതാണ്. അതെ. പിന്നെ ഞാൻ കോഴിക്കോട് സെന്ററിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് സെന്റർ അടിപൊളിയാണ്. അവിടുത്തെ കോർഡിനേറ്റർ ജോർജ് സാറ്, എൻ്റെ ക്ലാസ് ടീച്ചർ ലക്ഷ്മി മിസ്, എല്ലാവരും അടിപൊളിയാണ്, ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും അവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ കഴിയും. പിന്നെ നമ്മുടെ മെയിൻ ജോർജ് സാറ് വരുമായിരുന്നു. അപ്പൊ സാറ് വന്നിട്ട് ലൈക്ക് ഇപ്പോൾ ലാസ്റ്റ് മോഡൽ എക്സാമിന്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് കിട്ടും, എത്ര മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും, അത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലൂടെ ഇങ്ങനെ കയറി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷത്തില് പിന്നെ ദൈവത്തോട് പറയാ, അങ്ങനെ ആ ഒരു ഫ്ലോയിൽ വന്നപ്പോഴാണ് ഇത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. അത് ജോർജ് സാർ മോട്ടിവേഷൻ ആക്ച്വലി ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ജോർജ് സാറ് പറയുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ കിട്ടും എന്നുള്ള ഒരു തോന്നൽ ഇങ്ങനെ വരും. അത് ബ്രില്യൻറ്റിൽ ഏറ്റവും വലിയൊരു ഇതായിരുന്നു. അപ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇസാനയുടെ 2024 വെറും 10 മാർക്കിന് തന്റെ സ്വപ്നം നഷ്ടപ്പെട്ടിട്ടു. ആ വിദ്യാർത്ഥി ഒരുപാട് വിഷമിച്ചു, ഒരുപാട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെ മോളെ, ഇനി റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചോദ്യങ്ങളെയൊക്കെ ഒരു ഉത്തരങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് ഇസാന ഇന്നിവിടെ വന്നു നിൽക്കുന്നത്. ഇസാന ഇന്നൊരു ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിയാണ്. അതിന്റെ സ്വപ്നത്തിൽ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഉറച്ചു നിന്നുകൊണ്ടാണ് ഇസാന ഈ വിജയം നേടിയത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഇസാനയുടെ മുഖം എന്ന് പറയുന്നത്. കാരണം പലരും പല നെഗറ്റീവ്സും വന്നിട്ടുണ്ട്. ഏജ് കൂടുന്നു, ഇനിയും റിപ്പീറ്റ് ചെയ്യണോ, അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ നമ്മളങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്യും. രണ്ടുപേരെ ഇതിനെ ഫേസ് ചെയ്യുന്നു, ഒന്ന് മോള്, രണ്ട് പേരൻസ്, രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് ഇതിനെ ഫേസ് ചെയ്യുന്നു. പിന്നെ പാരൻസും എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. പാരൻസ് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ആക്കാണ്ട് എൻ്റെ ആഗ്രഹത്തിന് എൻ്റെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ പാരൻസ്. പിന്നെ എനിക്ക് അങ്ങനെ ആ ഒരു സാറ് കിട്ടിയതും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ആ സാറ് മോട്ടിവേഷൻ, എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട്, ഞാൻ വീണ്ടും ബ്രില്യൻറ്റിൽ വന്ന് ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്, ആ ഒരു മെത്തേഡ്, കുറേ ബ്രില്യൻറ്റിൻ്റെ എക്സാംസ് ഒക്കെ ആക്ച്വലി എനിക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ ഒരുപാട് മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ വലിയ മാർക്കൊന്നും എപ്പോഴൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഓരോ തെറ്റിയ ക്വസ്റ്റ്യൻസും എനിക്ക് ഓരോ കൺസെപ്റ്റാണ് തന്നിരുന്നത് ലാസ്റ്റ് ടൈമുള്ള എക്സാമിൽ. അപ്പോൾ ചിലപ്പോൾ ഞാൻ സില്ലി മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ എനിക്ക് അറിയാത്ത കൺസെപ്റ്റ് തന്നെ ആയിരിക്കാം, ഫിസിക്സിലൊക്കെ അറിയാത്ത കൺസെപ്റ്റ് തന്നെ ഞാൻ തെറ്റിക്കും. അപ്പോൾ ആ ഒരു എക്സാം എഴുതിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് അത് തെറ്റിയ കാരണം എനിക്കൊരു പുതിയ കൺസെപ്റ്റ് കിട്ടി. അതെനിക്ക് നീറ്റിന് റിയലി നല്ല ഹെൽപ്ഫുള്ളും ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫിസിക്സിൽ എനിക്ക് കുറച്ചെങ്കിലും മാർക്ക് കിട്ടിയത്, എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്ത് ലാസ്റ്റ് ടൈം. പിന്നെ അതുപോലെ ലേണിംഗ് ആപ്പിൽ ഫിസിക്സ്, പക്ഷെ എനിക്ക് ഫിസിക്സ് ടഫ് അല്ല, പക്ഷെ ഫിസിക്സിൽ ഞാൻ എഴുതിയ മെജോറിറ്റി ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ കാരണം ബ്രില്യൻറ്റിൽ ആ ഒരു കോച്ചിങ് മെത്തേഡ് വെച്ചിട്ടാണ്. പിന്നെ ടാബിലുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടൈമൊക്കെ ഞാൻ ലേണിംഗ് ആപ്പിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, അങ്ങനെ പല ലെവലും ഉണ്ടാവും. അപ്പം ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്തിരുന്നു. മോള് റിപ്പീറ്റ് ചെയ്തു ഈ ഒരു വലിയ വിജയം നേടിയപ്പോൾ
പേരൻസ് എന്താണ് ആദ്യം പറഞ്ഞത്? പാരൻസ് ആക്ച്വലി ഫസ്റ്റ് റിസൾട്ട് അറിഞ്ഞ് പറഞ്ഞ 2 പാരൻസ് എനിക്ക് ഒരുപാട് യൂസ് ചെയ്തു. ഐ മീൻ അവർക്ക് അത്രയും സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഇത് വാങ്ങിയല്ലോ എന്ന് ആലോചിക്കുമ്പം ഓരെ സംബന്ധിച്ചിടത്തോളം ഓർക്കും സന്തോഷമാണ്, എനിക്കും സന്തോഷമാണ്. അപ്പം അവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നെ വീട്ടിൽ കസിൻസ് എല്ലാം വന്നു, കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ മോളെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് കുറച്ച് ഇവന്റ്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്, അതായത് വൈറ്റ് കോട്ട് സെറമണി, അതുപോലെ കടാവർ സെറമണി. ഇതിനെ കുറിച്ചുകൂടെ നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആക്ച്വലി റിപ്പീറ്റും റിപ്പീറ്റും ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടല്ലേ MBBS വന്നത്. അത്ര സ്ട്രഗിൾ ചെയ്തിട്ടല്ലേ ഇത് കിട്ടിയ. ഒത്തിരി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് നേടിയ വിജയം. ആദ്യം പോയി, പിന്നെ ഒക്കെ പ്രതീക്ഷയൊക്കെ പോയി, വീണ്ടും പ്രതീക്ഷയോട് കൂടി റിപ്പീറ്റ് ചെയ്ത് വന്നതല്ലേ. അപ്പൊ ആക്ച്വലി ഭയങ്കര ഡിസെക്ഷൻ എങ്ങനെയാ, കടാവർ എങ്ങനെയാ എന്നൊക്കെ അറിയണം എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ആക്ച്വലി കടാവർ സെറിമണി, ഡിസെക്ഷൻ, പിന്നെ അതുപോലെ വൈറ്റ് കോട്ട് സെറിമണി, ഇതെല്ലാം അങ്ങനെ ഓരോ ഫേസിലൂടെ കടന്നു പോകുമ്പോഴും എക്സാക്ട്ലി ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇവിടെ എത്തിപ്പെട്ടല്ലോ, മീൻസ് ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റിയല്ലോ, വൈറ്റ് കോട്ട് ഇടാൻ പറ്റിയല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ അത്രയും പഠിച്ചത് ഒരിക്കലും വേസ്റ്റ് ആയില്ല, എനിക്ക് തന്നെ അതൊക്കെ അനുഭവിക്കാൻ പറ്റി എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ മോളെ ഈ കടാവർ സെറിമണിയുടെ കാര്യം മോള് പറഞ്ഞല്ലേ, അപ്പോൾ എല്ലാവരും പറഞ്ഞേക്കാം, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പറഞ്ഞേക്കാം, ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ ചെറിയ പേടിയാവാറുണ്ട്, ചെറിയ തലകറക്കം വന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. മോളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആക്ച്വലി എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു, തലകറങ്ങുക, പേടിയാവുക, അങ്ങനെയൊന്നുമില്ല. ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ ആദ്യം ഡിസെക്ഷൻ ഹാളിൽ പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ എൻ്റെ മൈൻഡിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, കോൺഫിഡൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ലാതെ. ആ ഒരു മൈൻഡിൽ തന്നെ പോയി. വലിയ സീനൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ബാച്ചിലും അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കണ്ടു. ഭയങ്കര ഐ മീൻ ഇത് പഠിക്കാനുള്ളതാണ്, ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് കണ്ടു. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടെന്നും കൂടെയുള്ള അല്ലെ കുറെ കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലെ, പേടിയോടുകൂടി നോക്കാതിരിക്കാം. ഇനി മോളെ നമ്മൾ ശരിക്കും മോളുടെ ഒരു നീറ്റ് പ്രിപ്പറേഷൻ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് എത്താം. ശരിക്കും പറഞ്ഞാൽ അന്ന് ശരിക്കും ഇന്ന് ഇത്ര ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന ഒരു ഇസാന അല്ല, കുറച്ച് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇപ്പൊ നീറ്റ് ആസ്പിറൻസിനെ പോലെ ടെൻഷനും സങ്കടവും കരയലും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ റൂംമേറ്റിനെ കുറിച്ച് എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയൂല. ആള് ഭയങ്കര പോസിറ്റീവായിരുന്നു. കാരണം എൻ്റെ റൂമിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ സങ്കടം ഉണ്ടെങ്കിലും ഞാൻ ഓളെയാ പറയാം, അവളുടെ എന്ത് സങ്കടം എന്നെ പറയാം. അങ്ങനെ അവൾ ഇന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പല എക്സാമിന് ഞാൻ താഴെ പോകുമ്പോഴും കുഴപ്പമില്ല, നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്താണ് ഇന്നെ റൂംമേറ്റ്. അപ്പം അതുകൊണ്ട് അവളുടെ കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയൂല. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ ഹെൽത്തി കോമ്പറ്റീഷനും പിന്നെ നമ്മുടെ ബ്രില്യൻ്റിൽ കണ്ടുമുട്ടുന്ന ഒരു പിയർ ഗ്രൂപ്പും ഒക്കെയാണ് ഒരുപക്ഷെ നമ്മളെ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. പിന്നെ മോളെ ബ്രില്യൻ്റ് ഒരുക്കി തരുന്ന കുറെ ഫെസിലിറ്റീസ് കൂടി ഉണ്ട്. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പഠിക്കുമ്പോൾ അതിൻ്റെതായ എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിരിക്കണം, നമ്മുടെ ക്ലാസ്സുകൾ അത്രയ്ക്ക് അടിപൊളിയായിരിക്കണം. ഇപ്പോൾ കോഴിക്കോട് തന്നെ നമുക്കറിയാം, ഈ വർഷത്തെ 1ാം റാങ്കുകാരി നിങ്ങളുടെ സെൻറ്ററിലായിരുന്നു. കോഴിക്കോട് സെൻറ്ററിലാണ് ദീപ്നിയ. അപ്പോൾ ദീപ്നിയ ഉൾപ്പെടെ പഠിച്ച ആ ഒരു കോഴിക്കോട് ക്യാമ്പസിൽ നിന്നുകൊണ്ട് പഠിക്കുക, അപ്പോൾ തന്നെ എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികൾക്കൊപ്പമാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നത് അവിടെ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പിലൂടെ പഠിച്ച് ബ്രില്യൻ്റ് കുറേ ഫെസിലിറ്റീസും ഒക്കെ കിട്ടിയതിൽ മോൾക്ക് എന്താ തിരിഞ്ഞു നോക്കുമ്പോൾ പറയാനുള്ളത്? ആക്ച്വലി ഞാൻ ബ്രില്യൻറ്റിൻ്റെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ലൈബ്രറി, ബുക്ക്, പിന്നെ അതുപോലെ ഈ ലേണിംഗ് സിസ്റ്റം, അങ്ങനെ. പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ നമുക്ക് ഏത് ഡൗട്ട് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ക്ലിയർ ചെയ്ത് തരും. ഞാൻ ആക്ച്വലി ടാബിലായിരുന്നു എൻ്റെ ഡൗട്ടൊക്കെ പോയിരുന്നത്. അപ്പോൾ ടാബിലാണെങ്കിലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ പിന്നെ ആ കോൺസെപ്റ്റ് റെഡി ആവും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും എനിക്ക് ഓരോ ഡൗട്ടുള്ളത് ഞാൻ ടാബിൽ സാർമാരോട് ചോദിക്കുമായിരുന്നു. അപ്പം അവരത് ക്ലിയർ ചെയ്ത് തരുമ്പം നമുക്ക് ഒന്നുകൂടി ഈസിനെസ് ഫീൽ ചെയ്യും. പിന്നെ എക്സാമിൻ്റെ സമയത്ത് ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് ആ ഒരു മൈൻഡ് വെച്ചിട്ടെങ്കിലും എനിക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത്, ആ എഴുതി തന്ന ടാബിൽ അപ്ലോഡ് ചെയ്ത ആ പേജ് ആലോചിച്ചിട്ടെങ്കിലും എനിക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ ആൻസർ ചെയ്ത്. പിന്നെ ലൈബ്രറിയിൽ നിന്ന് ഞാൻ ബുക്ക് എടുത്ത്, പിന്നെ ഹോസ്റ്റലിൽ തന്നെ ഞങ്ങൾക്ക് ലൈബ്രറിയിൽ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു. NCERT സൊല്യൂഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അതൊക്കെ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്രില്യൻ്റിലെ അതേ കാര്യങ്ങൾ തന്നെ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് പഠിക്കുന്ന രീതി തൊട്ട് എഴുന്നേൽക്കുന്ന രീതി തൊട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി വരെ നിങ്ങളിപ്പോൾ അതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലേ? അങ്ങനെ മോൾക്ക് ബ്രില്യൻ്റിൽ നിന്ന് പഠിച്ചു, ഇനി ഒരിക്കലും ലൈഫിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കുറച്ച് ഹാബിറ്റ്സ് പറയുന്നത് എന്തൊക്കെയായിരിക്കും? അതങ്ങനെയല്ല സാർ, ബ്രില്യൻ്റിൽ നിന്ന് വേറെ ഒരു ലൈഫായിരുന്നു എനിക്ക് മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ വേറെ. കാരണം
ഇപ്പൊ ഞാൻ എങ്ങനെയാ നീറ്റിന് പ്രിപ്പയർ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ടെൻഷനാണ്. കാരണം ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കല. ഇവിടെ അതില്ല. പിന്നെ ബ്രില്യൻ്റിന് കറക്റ്റ് ഒരു റൂട്ടീൻ ഉണ്ടായിരുന്നു, അതില്ല. എക്സാമിന്റെ തലേ ദിവസമാണ് ബുക്ക് നോക്കുന്നത്. പിന്നെ ബ്രില്യൻറ്റിൽ എന്ന് പറഞ്ഞ ഒരു റൊട്ടീൻ ഉണ്ട്, കറക്റ്റ് റൊട്ടീൻ ഉണ്ട്. രാവിലെ ഈ ഒരു സമയത്ത് നീക്കും, രാത്രി ഇത് കിടക്കും. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു? രാവിലെ ഒരു നിസ്കരിക്കാനൊക്കെ ഉള്ള കാരണം 5-5:30 ആ ഒരു സമയത്തൊക്കെ. ഇവിടെ ക്ലാസ് ഞങ്ങൾക്ക് ആക്ച്വലി തുടങ്ങുന്നത് 8 മണിക്കാണ്. അപ്പം ബസ് പോവുക 7:30ക്കാണ്. ഞാൻ നീക്കുക 6:50-നാണ്. അതാണ് ഡിഫറൻസ്. നീക്കുക പോവുക അതാണ്. പിന്നെ കിടക്കുന്നതാണെങ്കിലും ബ്രില്യൻ്റിൽ കറക്റ്റ് 11 മണി 11:30 സമയത്ത്, അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 12. കറക്റ്റ് ആ ഒരു സ്ലീപ്പിംഗ് ഹവർ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിൽ പിന്നെ കിടക്കുന്നത് കുറേ റീല് കണ്ട് 12:30 കുറേ അങ്ങനെ സമയം പോകും. പിന്നെ എണീക്കുന്നതും അതുപോലെ തന്നെ 8 മണി 8:30 അങ്ങനെ വരും. അപ്പോൾ അതേപോലുള്ള ഒരു റൊട്ടീൻ നമുക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. മീൻസ് അവിടെ എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. ഇവിടെ വരുമ്പോൾ നമുക്ക് റിലാക്സ്ഡ് മോഡല്ലേ, അപ്പൊ അതിനനുസരിച്ച് ഞാനും കുറെ റിലാക്സ് ആയി. മാറി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡിഫറെന്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതൊരു വലിയ മെസ്സേജ് ആണ് കേട്ടോ. കാരണം നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നത്, കുറച്ച് സമയം അധികം ഇരുന്ന് പഠിക്കുന്നു എന്നൊക്കെ പറയുന്നത്, നാളെ നിങ്ങൾക്ക് ഇതുപോലെ ഇസാനെ പോലെ വളരെ ഫ്രീ ആയിട്ട് നല്ലൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇസാന ബ്രില്യൻ്റിലെ ഇസാനയും കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇസാനയും പറഞ്ഞു. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ കണക്റ്റഡ് ആവുക ബ്രില്യൻ്റിലെ ഇസാനയാണ്. ബ്രില്യൻ്റിലെ ഇസാനെ കുറിച്ച് അറിയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് പറയാം. ബ്രില്യൻ്റിലെ ഇസാന ആയിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു സമയത്തെ ക്രമീകരിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് എക്സാംസിലൊക്കെ മാർക്ക് കുറയുമ്പോൾ മുന്നിലേക്ക് വന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ബ്രില്യൻ്റിലെ ഇസാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ബുജി ലുക്കായിരുന്നു. മീൻസ് ബുജി മോഡായിരുന്നു. എപ്പോഴും പഠിക്കുക. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിരുന്നു. ചിലപ്പം കുറച്ച് ടൈം ഒരു ലിമിറ്റ് വെച്ചിട്ട് ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മാക്സിമം പഠിക്കുക. മാക്സിമം പറയുമ്പോൾ മാക്സിമം പഠിക്കും, കുറച്ച് ബ്രേക്ക് എടുക്കും. ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈമിനെ. ഇത്രയും ടൈമിനുള്ളിൽ ബയോളജി ഇത്രയും ക്വസ്റ്റ്യൻസ് തീർക്കണം, അല്ലെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് തീർക്കണം. അടുത്ത ടൈമിൽ ഫിസിക്സ്, അടുത്ത ടൈമിൽ കെമിസ്ട്രി. അങ്ങനെ ഞാൻ തന്നെ ഡിവൈഡ് ചെയ്ത് ഞാൻ തന്നെ എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ടൈം ടേബിൾ ഒന്നും ആക്ച്വലി കറക്റ്റ് അതുപോലെ ഒന്നും ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ടൈമൊക്കെ കൂടുതൽ, നമ്മൾ ഒരു സബ്ജക്റ്റിന് കൂടുതൽ ടൈമൊക്കെ എടുക്കും. പക്ഷെ എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതുമൂലം പഠിച്ചു വരും. അപ്പോൾ എല്ലാ ദിവസവും ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും 3 സബ്ജക്റ്റും എല്ലാ ദിവസവും നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്കൊരു ടച്ച് ഉണ്ടാവുള്ളൂ. ബയോളജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ NCERT, വേറെ ബുക്കൊന്നും റെഫർ ചെയ്യാണ്ട് NCERT തന്നെ മാക്സിമം വായിച്ച് അതങ്ങോട്ട് തറോ ആക്കുക. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മളെ ടാബിൽ തന്നെ ഉണ്ട്. വേറെ എവിടെയും ക്വസ്റ്റ്യൻസ് ചെയ്തില്ലെങ്കിലും ടാബിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെവൽ 1, 2, 3. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതേപോലെ പ്രീവിയസ്ലി നടന്ന മോഡൽ എക്സാമിൻ്റെ പേപ്പേഴ്സ്, അതൊക്കെ ചെയ്യുക. അതൊക്കെ തന്നെയാണ് ഞാൻ ബയോളജിക്ക് മെയിൻലി ചെയ്തിരുന്നത്. കെമിസ്ട്രി ആണെങ്കിലും NCERT തന്നെയാണ് ക്വസ്റ്റ്യൻസിന് കൂടുതൽ ചെയ്തിരുന്നത്. NCERT സൊല്യൂഷൻ എടുത്ത് NCERT കൂടുതൽ ചെയ്യും. പിന്നെ ചില ഫിസിക്കൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഞാൻ അഡീഷണൽ നമ്മൾ ഫിസിക്സിനെ പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതിന് ഞാൻ ലൈബ്രറിയിൽ നിന്ന് അല്ലെങ്കിൽ ടാബിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ് ചെയ്യും. ഇനോർഗാനിക് ആണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും മെയിൻലി NCERT തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ഫിസിക്സിൽ വരുമ്പോൾ ഫിസിക്സിൽ കൺസെപ്റ്റ് ഉണ്ടാക്കി വെക്കുക നമ്മൾ ആദ്യം. എന്നിട്ട് ലൈബ്രറിയിലെയും ടാബിലെയും ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ എടുത്ത് ചെയ്യുമായിരുന്നു. ഫിസിക്സ് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. കെമിസ്ട്രിയും ബയോളജിയും മാക്സിമം NCERT ഫോക്കസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഒരു കണ്ടുവരുന്നത് നീറ്റിന് NCERT ക്വസ്റ്റ്യൻസ് ആണ് അധികം ചോദിക്കുന്നത്, ഫിസിക്സ് ആണെങ്കിലും. അപ്പോൾ നമ്മൾ ഫിസിക്സിലെ ബാക്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസും ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മോള് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈ പഠിച്ചതെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു എക്സാം ഹാളിലാണ്. അപ്പോൾ ഈ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ അതിന് മുൻപത്തെ ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. എക്സാം ഹാളിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അവിടെയാണ് നമ്മുടെ ഒരു സ്മാർട്ട് വർക്കിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമുക്കറിയാം 2025 നീറ്റ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. അവിടെ സ്മാർട്ടായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പേടിക്കാതെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്ത സമയത്തെ വിനിയോഗിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു വലിയ വിജയം കിട്ടിയിട്ടുള്ളത് തന്നെ. അപ്പോൾ മോൾ എങ്ങനെയാണ് അതിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തലേ ദിവസം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എക്സാമിന്റെ തലേ ദിവസങ്ങളിലൊന്നും ഞാൻ പുതിയ കൺസെപ്റ്റോ കാര്യങ്ങളൊന്നും പഠിക്കാൻ പോയിട്ടില്ല. കാരണം അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാവും. ചിലപ്പോൾ പഠിച്ചതിന് ഓർമ്മയിൽ നിൽക്കൂല. അപ്പോൾ എക്സാമിന്റെ തലേന്ന് തൊട്ട് തലേന്ന് ഞാൻ ഫുള്ള് റിലാക്സ് ചെയ്ത്
അതിൻ്റെ കുറച്ച് മുന്നേ ദിവസങ്ങളിൽ മാക്സിമം തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എൻ്റെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമിന് തെറ്റിയ ക്വസ്റ്റ്യൻസ് മാത്രം. എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു, അത് ഒരുപാട് മീൻസ് സില്ലി മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഞാൻ അത് എഴുതുമായിരുന്നു. കാരണം എന്നാൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പം നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ബ്രില്യൻറ്റിലെ എക്സാമിന് തെറ്റിയ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് എനിക്കൊരു ബുക്കാണ്. ആ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യും. മോഡൽ എക്സാമിൻ്റെ സമയത്തൊക്കെ ഞാൻ പുതിയതായിട്ട് പഠിക്കുന്നതിലുപരി ഈ ക്വസ്റ്റ്യൻസ് തന്നെ മറിച്ച് നോക്കി മാക്സിമം റിവൈസ് ചെയ്തിരുന്നു. ആ ഒരു ബുക്ക് നോക്കുമായിരുന്നു ഞാൻ തലേ ദിവസങ്ങളിൽ ചെയ്തിരുന്നത്. പിന്നെ തൊട്ട് തലേ ദിവസം ഞാൻ അധികം കൂടുതലായിട്ടൊന്നും പഠിച്ചിട്ടില്ല, ഒരു റിലാക്സ്ഡ് മോഡിൽ പോയി. എക്സാം ഹോൾ കയറി. എക്സാം ഹോൾ ഫസ്റ്റ് എൻ്റെ പേപ്പറിൽ ഫസ്റ്റ് ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി, പിന്നെ ബയോളജിയാണ്. ഫിസിക്സ് ഫസ്റ്റ് പേജ് മറിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു ഹാഫ് പേജ് ക്വസ്റ്റ്യന്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഫിസിക്സ് പോയിന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടപാടെ എനിക്ക് മനസ്സിലായി ഫിസിക്സ് പോയി. പിന്നെ ഞാൻ ഫിസിക്സ് പോട്ടെ, ഇതൊന്നും അല്ലല്ലോ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ആവില്ലല്ലോ, ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ സെറ്റാക്കാന്നുള്ള രീതിയിൽ ഓരോ പേപ്പർ മറിക്കുമ്പോഴും എനിക്കിങ്ങനെ മനസ്സിലാവുന്നുണ്ട് ബ്രില്യൻറ്റിൽ ഞാൻ പെർഫോം ചെയ്ത അത്രയൊന്നും എനിക്കിതിൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ എന്റെ മൈൻഡിൽ വന്നു, അയ്യോ റിപ്പീറ്റ് 10 മാർക്ക്, വീണ്ടും റിപ്പീറ്റ്, ഇനി എന്താവും? അപ്പൊ പിന്നെ പറയും. അപ്പൊ പിന്നെ ഞാൻ ഉറപ്പിച്ച് എന്തായാലും BDS എന്തായാലും അതന്നെ ആയിരിക്കും എനിക്ക് നടക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ച് ബയോളജി എഴുതി തുടങ്ങിയപ്പോഴത്തേക്കും വലിയ സുഖമൊന്നുമില്ല, എനിക്കെല്ലാം കിട്ടുന്നൊന്നുമില്ല. എന്നാലും ഞാൻ ബ്രില്യൻറ്റിൽ പഠിച്ച ഓർമ്മ, എക്സാമിന് തെറ്റിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് അത് പഠിച്ചൊരു ഓർമ്മ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ബയോളജി കംപ്ലീറ്റ് ചെയ്ത്, കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്ത്, ഫിസിക്സിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഒന്നും ചെയ്യാൻ കിട്ടുന്നില്ല, ഓരോ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും ഒന്നും ചെയ്യാൻ കിട്ടുന്നില്ല. ഫൈനലി ഞാൻ പറഞ്ഞല്ലോ ബ്രില്യൻറ്റിൽ ഞാൻ ഒരുപാട് കൺസെപ്റ്റ് ഞാൻ തെറ്റിയ ക്വസ്റ്റ്യൻസ് നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നോക്കുമ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ഫിസിക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത്. അപ്പോൾ എൻ്റെ OMR നോക്കുമ്പോൾ ബ്രില്യൻറ്റിൽ ഞാൻ എഴുതിയ എക്സാമിൻ്റെ OMR ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കും, എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഞാൻ കുറേ വിട്ടിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും പോട്ടെ, BDS ആണെങ്കിൽ BDS, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ്, ഇനി MBBS ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ എക്സാം ഹാളിൽ നിന്ന് പേപ്പറൊക്കെ ദൈവത്തെ ഓർത്ത് പേപ്പറൊക്കെ മാമിന് കൊടുത്ത്. എന്നിട്ട് തിരിച്ചു വന്ന് പാരൻസിനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം സങ്കടം വന്നേ, മീൻസ് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ നിൽക്കണ്ട, ഞാൻ പറഞ്ഞു പോയി, എന്തായാലും ഇനി ഇതുണ്ടാവില്ല, എന്തായാലും എൻ്റെ മാർക്ക് എന്തായാലും നല്ല കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു കൂളാക്കി, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഓലിൻ്റെ മൈൻഡ് കൂളാക്കി പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വന്ന്. ആൻസർക്ക് ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് നോക്കിയിട്ടേ ഇല്ല. എന്റെ മിസ് എന്നും ചോദിച്ചില്ല എങ്ങനെയുണ്ട് എക്സാം വന്നിട്ട് എന്റെ റൂംമേറ്റ് ഒക്കെ വിളിച്ച്, ഓളും ഭയങ്കര കരച്ചില്, എല്ലാം പോയടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് എല്ലാം പോയിട്ടുണ്ട്, ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തന്നെ ആയിരുന്നു ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് കാലത്തും ഞങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെക്കാറ്. നീറ്റ് കഴിഞ്ഞിട്ടും ഞങ്ങൾ കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്ന്. പിന്നെ കുറേ കാലത്തേക്ക് ആൻസർക്ക് കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഞാൻ പാരൻസിനോട് പറഞ്ഞു ആരും എന്നോട് മാർക്കും ചോദിക്കരുത്, ഞാൻ ആൻസർക്ക് നോക്കിയില്ല. അങ്ങനെ കുറേ കാലത്തേക്ക് നോക്കിയില്ല. അപ്പോൾ ആക്ച്വലി ഞാനിങ്ങനെ യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോരുത്തർ മാർക്കൊക്കെ പറയുന്നുണ്ട്, കട്ട് ഓഫ് എങ്ങനെയാവും. അപ്പോഴൊക്കെ എനിക്ക് ടെൻഷനാണ്, മീൻസ് എനിക്ക് അത്ര മാർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടുമില്ല പേടി കാരണം. അങ്ങനെ ഫൈനലി എൻ്റെ അനിയത്തിമാർ പ്രൊമോട്ട് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് ഓരിങ്ങനെ കോൺഫിഡൻ്റ് വന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയത് 540 സംതിങ് ആണ്. അപ്പം അന്ന് യൂട്യൂബിലൊക്കെ കട്ട് ഓഫ് 520 അങ്ങനെ ആ ഒരു ഇതുണ്ട്. 540 ആണ്. അപ്പം അമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അമ്മ 540 ഉണ്ട്, കിട്ടുമായിരിക്കില്ലേ ഇത്? അപ്പം പറഞ്ഞാൽ കിട്ടും, ഈ കോൺഫിഡൻ്റ് ആവുക, എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഉമ്മക്ക് കോൺഫിഡൻ്റ് എങ്ങനെയും എനിക്ക് വലിയ കോൺഫിഡൻ്റ് ഒന്നും ഇല്ലേന്ന്. കാരണം നമ്മൾ ചിലത് ബബിൾ ചെയ്തിക്കണമെന്ന് അറിയൂല, ആ എക്സാം ടെൻഷനിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയൂല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആക്ച്വലി ടിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ 540 പറയുന്നത്. അത് OMRൽ ബബിൾ ചെയ്തണോന്നൊന്നും അറിയില്ല, ശരിക്കും OMR വരുമ്പോഴേ അറിയുള്ളൂ. അങ്ങനെ OMR നോക്കിയപ്പം അതിലും മാർക്ക് കൂടി. പിന്നെ 540 ആയിരുന്നു ഞാൻ നോക്കിയപ്പോൾ കണ്ടേ. OMR വന്നപ്പോൾ 562. അപ്പം പിന്നെ കുറച്ചുകൂടി സമാധാനമായി. പിന്നെ ഞാൻ വിചാരിച്ചു കേരളത്തിലൊന്നും കിട്ടുന്നുണ്ടാവില്ല, തമിഴ്നാട് അങ്ങനെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുക. 562 എന്നൊക്കെ പറയുമ്പോൾ മാർക്ക് കുറവല്ലേ, പക്ഷെ റാങ്ക് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഇത് റാങ്ക് വന്നപ്പോഴാണ് ഒന്നും കൂടി സമാധാനമായത്. അപ്പൊ പിന്നെ ഹാപ്പിയായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ അപ്പൊ കടന്നുപോയ ഒരുപാട് നാളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നത് മോളെ. തീർച്ചയായിട്ടും മോളെ പോലെ തന്നെ വരുന്ന വർഷം ഒരു MBBS സീറ്റ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് പറഞ്ഞിട്ട്. അവരൊക്കെ ഇപ്പോൾ മോള് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടെൻഷനിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവർ ഇനിയുള്ള ദിവസങ്ങൾ, അവരുടെ മുൻപിൽ ഇനി 5 മാസങ്ങളടുത്തേ ഉള്ളൂ. ആ ഒരു 5 മാസം അവരെങ്ങനെ പഠിക്കണം, എത്രമാത്രം സ്വപ്നത്തിൽ ഉറച്ചു നിന്ന് പഠിക്കണം എന്നൊക്കെയുള്ള മോളുടെ അനുഭവത്തിൽ നിന്ന് മോളെന്ന് പറഞ്ഞു കൊടുക്കും.
ആക്ച്വലി ഇപ്പോഴും എനിക്ക് നീറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ പേടിയാണ്. ഈ 2 വർഷങ്ങളായിട്ട് പേടിച്ച് ഇപ്പോഴും നീറ്റ് എങ്ങനെ ആവുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാണ്. പക്ഷെ പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ ആവരുത്. കാരണം ഞാനും അത്യാവശ്യം കുറച്ചൊക്കെ ടെൻഷനുള്ള ആൾ തന്നെയാണ്. പക്ഷെ ടെൻഷൻ ആയെന്ന് വെച്ചിട്ട് നമുക്ക് മാർക്ക് കൂടാനോ കുറയാനോ ഒന്നിനും പോകുന്നില്ല. എക്സാം ടഫായി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ടഫാവും, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ടഫാവും. ഈസി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആവും. അതാണ് എനിക്കും പറ്റിയത്. റിപ്പീറ്റിൻ്റെ സമയത്ത് എക്സാം ഈസി ആയിരുന്നു, എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ റാങ്ക് ഇല്ല. പക്ഷെ ടഫായി വന്നപ്പോഴാണ് മാർക്ക് കുറഞ്ഞാലും എൻ്റെ റാങ്ക് കയറിയത്. അപ്പം എക്സാം ടഫാവുക ഈസി ആവുക അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതുക. ഒരു എക്സാമും ലീവ് ചെയ്യാണ്ടിരിക്കുക. ബ്രില്യൻറ്റിലെ എക്സാം വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. കുറേ കൺസെപ്റ്റും കുറേ കാര്യങ്ങളും എനിക്ക് എക്സാമിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പം ഇവരുടെ പ്രിപ്പറേഷൻ്റെ ഏറ്റവും പീക്ക് സമയമാണ്. അപ്പോൾ കുറേ എക്സാം എഴുതുക. ലാസ്റ്റ് ടൈം ബ്രില്യൻറ്റ് തരുന്ന മോഡൽ എക്സാം ഒന്നും തന്നെ ലീവ് ചെയ്യാണ്ട് എല്ലാം അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും തെറ്റിപ്പോയ ക്വസ്റ്റ്യനിൽ തെറ്റിയല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെടാതെ ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് തെറ്റി, അത് എന്താണ് നമ്മളത് തെറ്റിക്കാനുള്ള കാരണം, പിന്നെ അതിൻ്റെ സൊല്യൂഷൻ അതൊക്കെ നോക്കി ക്ലിയർ ആക്കുക. പിന്നെ ആ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ തെറ്റിക്കരുത്. അങ്ങനെ രീതിയിൽ അത് പെർഫെക്റ്റ് ആക്കി വെക്കുക. അതുപോലെ തെറ്റിയ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി സോൾവ് ചെയ്ത് നമ്മളായിട്ട് തന്നെ കണ്ടെത്തി പഠിക്കുക. ഒരുപാട് എക്സാം എഴുതുക, ലാസ്റ്റ് ടൈമുള്ള എക്സാം ഒക്കെ എഴുതുക, പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കുക. ഒരുപാട് ടെൻഷനായിട്ട് എക്സാം ഹാളിൽ പോയി നമ്മൾ അത്രയും പഠിച്ചിട്ട് എക്സാം ഹാളിൽ പോയിട്ട് പിന്നെ അത് കൊണ്ട് കളയാൻ നിൽക്കരുത്. അപ്പോൾ എക്സാം ഹാളിലൊക്കെ പോസിറ്റീവായിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എല്ലാ ക്വസ്റ്റ്യനും അറിയുമെന്നുള്ള രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നീറ്റ് 2026 എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളാണ് സാർ നമുക്ക് പങ്കുവെച്ച് തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ തന്നെ ടെൻഷൻ അടിച്ചിരുന്ന ഒരാളാണ് മോള്. പിന്നെ ഇത്ര സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കുന്നുണ്ട് നാളെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ രാജ്യത്തെ ഏതെങ്കിലുമൊക്കെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് നിങ്ങളുടെ അനുഭവ കഥകൾ മറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ 2026 നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും, പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻ്റെ ജൂനിയേഴ്സായി വരാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.